ചോദ്യം ഇതാണ്: രാജ്യത്ത് എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന സാമൂഹിക വ്യവസ്ഥയായ സോഷ്യലിസത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടികൾ ഏതെല്ലാം? സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക, സ്വത്തിന് പരിധി ഏർപ്പെടുത്തുക, സമ്പത്ത് ഏതാനും പേരുടെ കയ്യിൽ കേന്ദ്രീകരിക്കുന്നത് തടയുക, ദരിദ്രരുടെ ജീവിത നിലവാരം ഉയർത്തുക. ഓക്കെ, ഇപ്പൊ സോഷ്യലിസത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. റെക്കോർഡ് ഉണ്ടാവും. റെക്കോർഡിനെക്കാളും നിങ്ങൾ നിന്ന് ചെയ്യണേക്ക് നല്ലത്. ഓക്കെ, നിന്ന് ചെയ്യാൻ പറ്റുന്നത് നിന്ന് ചെയ്യുക. റെക്കോർഡ് നമ്മൾ പൊട്ടങ്കളിയെല്ലാം കാണേണ്ടി വരും. ഇതാകുമ്പോൾ നിങ്ങൾക്ക് കൂടെ ഇന്ററാക്ട് ചെയ്ത് പോകാൻ പറ്റും. ഇന്ററാക്ട് ചെയ്ത് പഠിക്കുമ്പോഴേ നമുക്ക് അതിന്റെ ബോറടി ഇല്ലാതെ പഠിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഓക്കെ, ശ്രമിക്കുക തന്നെ. ഓക്കെ, ശരി. ഇടി, മഴ, ചാർജ്, ലോകം. ശരി, ആയിക്കോട്ടെ. അതിന്റെ ഉത്തരം അറിയുന്നുണ്ട്, കമന്റ് ചെയ്തേ. ഏതാണ് അതിന്റെ ആൻസർ? ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. അതായത് ഈ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. അതായത് സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ സോഷ്യലിസത്തിന്റെ നടപടിയാണ്. സ്വത്തിന് പരിധി ഏർപ്പെടുത്തുക സോഷ്യലിസത്തിന്റെ നടപടിയാണ്. സമ്പത്ത് ഏതെണ്ണം പേരുടെ കയ്യിൽ കേന്ദ്രീകരിക്കുന്നത് തടയുക എന്നതും സോഷ്യലിസം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാണ്. ദരിദ്രരുടെ ജീവിത നിലവാരം ഉയർത്തുക, അതും എന്ത് തന്നെയാണ്? സോഷ്യലിസത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത് നാലും ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമ്മൾ ലോജിക് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഓക്കെ, അപ്പൊ ഒന്നിന്റെ ആൻസർ ഡി ആണ്. എല്ലാം ശരിയാണ്. അടുത്ത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം സംബന്ധിച്ച പ്രസ്താവനയിൽ തെറ്റായത് എന്നാണ് ചോദ്യം. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ആദർശങ്ങളും മൂല്യങ്ങളും ജവഹർലാൽ നെഹ്റു എഴുതിയ ആമുഖത്തിൽ പ്രതിഫലിക്കുന്നു. അടുത്ത്, നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം തുടങ്ങി രാജ്യം പൗരന്മാർക്ക് ഉറപ്പുവരുത്തുന്ന ലക്ഷ്യങ്ങൾ ആമുഖത്തിൽ ഉൾപ്പെടുന്നു. 1976 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം പരമാധികാര, സ്ഥിതി സമത്വ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്ന് ചേർത്തു. ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണെന്ന് പ്രഖ്യാപിച്ചത് ആമുഖത്തിലാണ്. ഉത്തരമേന്ന് കമന്റ് ചെയ്തേ. ഇതിനൊന്നും അങ്ങനെ വലുതായിട്ട് ആലോചിക്കേണ്ട സമയമൊന്നുമില്ല. വളരെ ഓപ്ഷൻ സി ആണ്. മിസ്റ്റേക്കായിട്ട് വന്നിരിക്കുന്നത് 1976 44 ഭേദഗതിയല്ല, 76 42 ഭേദഗതിയാണ് വരേണ്ടത്. ഓക്കെ, 42 ഭേദഗതിയിലാണ് ആമുഖത്തെ ഭേദഗതി ചെയ്തത്. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്നത് 44 ഭേദഗതി എന്നാണ് കേട്ടോ. ഓക്കെ, ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. അടുത്ത്, താഴെ പറയുന്ന തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. പ്രസ്താവനകൾ ആണേ. രാഷ്ട്രപതിക്ക് നാമമാത്രമായ അധികാരം എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് അമേരിക്കയിൽ നിന്നാണ്. അടുത്ത്, വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനം ഇന്ത്യ സ്വീകരിച്ചത് US നിന്നുമാണ്. രാഷ്ട്ര നയനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് USSRൽ നിന്നാണ്. മനുഷ്യ മൈക്കോണാണ്. 4ാമത്തെ പോയിന്റ്, റിപ്പബ്ലിക് എന്ന ആശയത്തിന് ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് ഫ്രാൻസിനോടാണ്. ഇതിൽ ഏതൊക്കെയാണ് തെറ്റ് എന്നാണ് ചോദ്യം. ഏതൊക്കെയാണ് തെറ്റെന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെ രാഷ്ട്രപതിക്ക് നാമമാത്രമായ അധികാരം എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ച അമേരിക്കയിൽ നിന്നാണ്. ശരിയോ തെറ്റോ? പിള്ളേരെ, അത് തെറ്റാണ്. രാഷ്ട്രപതിക്ക് നാമമാത്രമായ അധികാരം എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. മനസ്സിലായ? ബ്രിട്ടന്റെ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ രാഷ്ട്രപതിക്ക് നാമമാത്രമായ അധികാരം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. കാരണം നമ്മുടെ ബ്രിട്ടനിലെ രാജാവിന്റെ തുല്യമായ പദവിയാണ് നമ്മുടെ രാഷ്ട്രപതിക്കുള്ളത്. അതായത് നാമമാത്രമായ അധികാരം മാത്രമേ ഉള്ളൂ രാഷ്ട്രപതിക്ക്. ആശയം നമ്മൾ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. അപ്പൊ അത് തെറ്റാണ്. വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനം ഇന്ത്യ സ്വീകരിച്ചത് US നിന്നുമാണ്. ശരിയാണോ? അത് ശരിയാണ്. ഓക്കെ, അടുത്ത്, രാഷ്ട്ര നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് USSR നിന്നാണ്. ശരിയാണോ? അത് തെറ്റാണ്. നമ്മൾ അത് സ്വീകരിച്ചിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. റിപ്പബ്ലിക് എന്ന ആശയത്തിൽ ഇന്ത്യ കടപ്പെട്ടിരിക്കുന്നത് ഫ്രാൻസിനോടാണ്. ശരിയാണോ? ശരിയാണ്. ഓക്കെ, അപ്പൊ അതായത് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ 1ാമത്തെയും 3ാമത്തെയും പ്രസ്താവന തെറ്റാണ് അല്ലേ? 1ാമത്തെയും 3ാമത്തെയും പ്രസ്താവനയാണ് തെറ്റ്. അപ്പൊ ഓപ്ഷൻ A വരും ആൻസർ. അടുത്ത്, ഇന്നാണ് പഠിച്ച ക്വസ്റ്റ്യനാണ്. പൊതുജനാരോഗ്യം ഏത് പട്ടികയിൽ ഉൾപ്പെടുത്തുന്നു? പൊതുജനാരോഗ്യം പൊതുജനാരോഗ്യം സ്റ്റേറ്റ് ആണല്ലേ? സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് അല്ലേ? ഓക്കെ, സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്.
അടുത്ത് ഭരണഘടനയുടെ 52ാം ഭേദഗതിയിലൂടെ രാഷ്ട്രീയക്കാരുടെ കൂറുമാറ്റത്തിന് നിയന്ത്രണം കൊണ്ടുവന്ന പ്രധാനമന്ത്രിയാണെന്നാണ് ചോദ്യം. ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ പഠിച്ചാണ്. പെട്ടെന്ന് കമന്റ് ചെയ്ത് വിട്ടേത്. ഓപ്ഷൻ ഡി രാജീവ് ഗാന്ധിയാണ് അല്ലെ? രാജീവ് ഗാന്ധിയാണ് കൂറുമാറ്റം കൊണ്ടുവന്നത്. കൂറുമാറ്റ നിരോധനം കൊണ്ടുവന്നത്. ഇത് ഞാൻ പഠിപ്പിച്ചതാ. ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം ഒരു രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുമെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം ഒരു രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുമെന്ന് അഭിപ്രായപ്പെട്ടത് ആരെന്നാണ് ചോദ്യം. മാക്വല്ലി, ചാണക്യൻ, അരിസ്റ്റോട്ടിൽ, APJ അബ്ദുൽ കലാം. ആരാ ഉത്തരം? SCRT പോയിന്റാ. ഓപ്ഷൻ ബി ചാണക്യനാണ്. ചാണക്യൻ പറഞ്ഞതാണ് ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം ഒരു രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുമെന്ന് അഭിപ്രായപ്പെട്ടത് ചാണക്യനാണ് കേട്ടോ. ചാണക്യൻ. ഓക്കെ, ചാണക്യനാണ്. ഓപ്ഷൻ ബി. അടുത്ത മഹാത്മാഗാന്ധിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഇത് ഞാൻ പഠിപ്പിച്ചതാണ്. കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകി, കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന നൽകി, സമത്വത്തിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ഏതാ ആൻസർ? വളരെ ഓപ്ഷൻ എ. ഇവയെല്ലാം ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം നൽകിയത് ശരിയാണ്. കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന നൽകിയ അതും ശരിയാണ്. സമത്വത്തിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ രൂപീകരണം, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായിട്ടുള്ള പ്രാദേശിക സമ്പദ് വ്യവസ്ഥ, ഇതെല്ലാം ശരിയാണ്. എഴുതി പഠിക്കുക അതിനകത്ത് ആൾക്കാർ. അടുത്ത് ചേരുംപടി ചേർക്കുക. ഓക്കെ, ചേരുംപടി ചേർത്തേ. ഞാൻ വെള്ളം കുടിച്ചോട്ടെ. നിങ്ങൾ പോവരുത്. ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർത്തോടെ ആരെങ്കിലും? ചേരുംപടി ചേർത്തെങ്കിൽ കമന്റ് ചെയ്തേ. ഏത് വരും? അവിടെ ഓപ്ഷൻ ഡി വരും അല്ലെ? ഓപ്ഷൻ ഡി വരും. നോക്കാം. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏതാണ്? കാർഷിക മേഖലയുടെ സമഗ്ര വികസനം അല്ലേ? അപ്പൊ നമുക്ക് എ എന്ന് പറയുന്നത് ഏത് വരും? എ എന്ന് പറയുന്നത് 1 വരും അല്ലെ? എ എന്ന് പറയുന്നത് 1 വരും. ഓക്കെ. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഏതാണ്? വ്യാവസായിക വികസനമാണ്. ഓക്കെ, അപ്പൊ ബി എന്ന് പറയുന്നത് ഏത് വരും? ബി എന്ന് പറയുന്നത് 4 വരും. ബി എന്ന് പറയുന്നത് 4 വരും. ഓക്കെ. അടുത്ത് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഏതാ? വരുന്നത്? ഭക്ഷ്യ സ്വയം പര്യാപ്തത. അപ്പൊ സി എന്ന് പറയുന്നത് 2 വരും. സി എന്ന് പറഞ്ഞാൽ 2 വരും. ഓക്കെ. അടുത്ത് നാലാം പഞ്ചവത്സര പദ്ധതി ഏതാണ്? സ്ഥിരതയോട് കൂടിയ വളർച്ച അല്ലെ? നാലാം പഞ്ചവത്സര പദ്ധതി സ്ഥിരതയോട് കൂടിയ വളർച്ച. ഓക്കെ, അപ്പൊ ഡി എന്ന് പറയുന്നത് 3 വരും. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആൻസർ വരുന്നത് ഏതാ കുട്ടികളെ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചേക്ക. ഈ രീതിയിൽ ക്വസ്റ്റ്യൻ വരും. പഞ്ചവത്സര പദ്ധതി നമ്മൾ അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോകുന്ന ആ രീതി തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. ഇതുപോലെ തിരിച്ചും മറിച്ചും ചേരുംപടി ചേർക്കാനും അല്ലെങ്കിൽ തെറ്റായ ജോഡി കണ്ടുപിടിക്കാനും ഒക്കെ അതൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് ലക്ഷ്യങ്ങളും ലക്ഷ്യങ്ങൾ ഞാൻ മുമ്പ് കോഡ് വെച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ചാനലില്. ഉപലക്ഷ്യങ്ങള് കേട്ടോ, അതായത് അതിന്റെ കൂടെ വരുന്ന ഉപലക്ഷ്യങ്ങൾ അത് നമ്മൾ പഠിക്കാറുണ്ട്. ഓക്കെ, ശരി. അടുത്ത് 6 വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള പദ്ധതി ഏതാണ്? SCRT പോയിന്റ് തന്നെയാണ് ഇതെല്ലാം. 6 വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള പദ്ധതി ഏതാ? അവിടെ ഓപ്ഷൻ സി സംയോജിത ശിശു വികസന സേവന പരിപാടി. ICDS അല്ലേ? ഓക്കെ, ICDS ഏത് വർഷം ആരംഭിച്ച? ICDS 75-ലാണ് അല്ലേ? ഇവിടെ 75-ലാണ് ICDS ആരംഭിച്ചത്. 75-ലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ICDS ആണ് അതിന്റെ ആൻസർ. സംയോജിത ശിശു വികസന സേവന പരിപാടി. ഓക്കെ. അടുത്ത് ഒരു രാജ്യത്തിന്റെ വികസനത്തിനെ വിലയിരുത്തുന്നതിന് ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്തവ ഏതാണ്? പ്രതിശീർഷ വരുമാനം, മാനവ സന്തോഷ സൂചിക, മാനവ വികസന സൂചിക, സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചിക. കമന്റ് ചെയ്തേ ഉത്തരം. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചിക. ഒരു രാജ്യത്തിന്റെ വികസനത്തിനെ വിലയിരുത്തുന്നതിന് ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയാണ്.
പ്രതിശീർഷ വരുമാനവും മാനവ സന്തോഷ സൂചികയും മാനവ വികസന സൂചികയും എല്ലാം അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതും SCERT തന്നെയാണ് പഠിച്ചിരിക്കുക. അടുത്ത്, രാജ്യത്തിന്റെ ഭൗതിക വിഭവങ്ങളും മനുഷ്യശേഷിയും ശാസ്ത്രീയമായി വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നത് ആരാണ്? രാജ്യത്തിന്റെ ഭൗതിക വിഭവങ്ങളും മനുഷ്യശേഷിയും ശാസ്ത്രീയമായി വിനിയോഗിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുന്ന ആരെന്നാണ് ചോദ്യം. അത് ഞാൻ കമന്റ് ചെയ്തേ, ആരാ? ഓപ്ഷൻ ബി, ഉദ്യോഗസ്ഥ വൃന്ദം. ഉദ്യോഗസ്ഥ വൃന്ദം പഠിച്ചിരിക്കുക. ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷതകളും ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ലക്ഷ്യങ്ങളൊക്കെ പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുശാസിക്കുന്ന ഉപഭോക്താക്കളുടെ അവകാശങ്ങളിൽ പ്രധാനപ്പെട്ടവ ഏതെല്ലാം? സംരക്ഷണം, ഗുണമേന്മ, ന്യായവില, തർക്കപരിഹാരം, ഉപഭോക്തൃ വിദ്യാഭ്യാസം. ഇതിൽ ഏതൊക്കെ വരുമെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്? പിള്ളേർ ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം വരുന്നുണ്ട് അല്ലേ? 1984 ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുശാസിക്കുന്ന ഉപഭോക്താക്കളുടെ അവകാശങ്ങളിൽ സംരക്ഷണം പറയുന്നുണ്ട്, ഗുണമേന്മ പറയുന്നുണ്ട്, ന്യായവില പറയുന്നുണ്ട്, തർക്ക പരിഹാരം പറയുന്നുണ്ട്, ഉപഭോക്തൃ വിദ്യാഭ്യാസവും പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ആ ആക്ടിൽ പറയുന്നുണ്ട്. ആക്ട് നിങ്ങൾ പഠിച്ചതാണ്. ഓക്കെ, അടുത്ത്, നഗരങ്ങളിൽ എത്തുന്ന സ്ത്രീകൾക്കും 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും സുരക്ഷിത താമസ സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച സംരംഭം ഏതാണ്? എനിക്ക് തോന്നുന്നത് യൂണിവേഴ്സിറ്റി LGS ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? യൂണിവേഴ്സിറ്റി LGS അല്ലേ ഈ ക്വസ്റ്റ്യൻ വന്നത്? ഇവിടെ ഓപ്ഷൻ ഡി എന്റെ കൂടാണ് കേട്ടോ. എന്റെ കൂടാണ്. യൂണിവേഴ്സിറ്റി LGS എഴുതിയ ആരും ഇല്ലേടാ? എന്റെ കൂടെ ചോദിച്ചില്ലായിരുന്നു യൂണിവേഴ്സിറ്റി LGSന്? എപ്പോഴോ ഈ റീസെന്റ് ആയിട്ട് എപ്പോഴും ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ അടുത്ത് കണ്ടിരുന്നു, അതാണ് ഞാൻ പറയുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ടോൾ ഫ്രീ നമ്പർ എത്രയെന്നാണ് ചോദ്യം? സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ടോൾ ഫ്രീ നമ്പർ എത്രയെന്നാണ് ചോദ്യം? കമന്റ് ചെയ്തേ. വളരെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് 1070, 1077, 1079 ആൻസർ കൊടുത്തിരിക്കുന്നത് കേട്ടാ. അത് നോക്കണം. 1079, 1077 ഉണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ കേട്ടാ. സാർ നോട്ടിൽ തന്നേക്കുന്ന 1070, 77 എന്നാണ്. 79 അതിന്റെ കറക്റ്റ്. നമുക്ക് നോക്കാം കേട്ടാ. നമുക്കിത് ഗ്രൂപ്പ് ഇടാം. ഓക്കെ, 70, 77 തന്നെയാണ് എന്റെ ഒരു ഓർമ്മ വന്നത്. 1079 കൊടുത്ത് നമുക്ക് നോക്കാം. അടുത്ത്, കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ഏതാ? കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ഇളനീര്. ഇളനീര്. പക്ഷെ ഇളനീര് വിറ്റിട്ട് കേരളം ഒന്നും ഉണ്ടാക്കുന്നില്ല കേട്ടാ. കേരളത്തിന്റെ ഔദ്യോഗിക പാനീയമൊക്കെ മാറ്റണ സമയം കഴിഞ്ഞ് ഇല്ലേ? അഭിപ്രായം ആക്കുമില്ലേടാ? ശരി. ഈ കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം ഇളനീര് എവിടെ നിന്നാണ് വേണമെന്നറിയാവോ? അത് തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഇളനീരാണ് നമ്മൾ കേരളത്തിന്റെ ഔദ്യോഗിക പാനീയം കൊണ്ട് കുടിക്കുന്നത്. എന്തെല്ലാം കാണണമെന്നാണ് അല്ലേ? ശരി, അടുത്ത ചോദ്യം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് മസ്തിഷ്ക ഭാഗം തിരിച്ചറിയുക. മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗം. സെർബത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണുന്നു. ചുളിവുകളും ചാലുകളും ഉണ്ട്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുല്യനില പാലിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഏതാ കുട്ടികളെ? സെറിബെല്ലമാണ് ആൻസർ. സെറിബെല്ലം. ഓക്കെ, അടുത്ത, ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗീരണം ആരംഭിക്കുന്നതും എവിടെ വെച്ചാണ്? നമ്മൾ SCERT ഡിവിഷനിൽ പഠിച്ചതാ. എവിടെ വെച്ചതാ? ഓപ്ഷൻ ബി, ചെറുകുടൽ വെച്ചിട്ടാണ് ആഹാരത്തിന്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗീരണം ആരംഭിക്കുന്നതും. അടുത്ത, ഏത് രോഗത്തിന്റെ ചികിത്സയ്ക്കാണ് ക്ലോറോമൈസെറ്റിൻ ഉപയോഗിക്കുന്നത്? ഏത് രോഗത്തിന്റെ ചികിത്സയ്ക്ക് എന്നാണ്? അധികം ആർക്കും അറിയാൻ ചാൻസ് ഇല്ല. ഏതാ കുട്ടികളെ? ഓപ്ഷൻ എ, ടൈഫോയിഡ് ആണ്. ടൈഫോയിഡിന്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നതാണ് ക്ലോറോമൈസെറ്റിൻ. ക്ലോറോമൈസെറ്റിൻ മനസ്സിലായ? കാരണം ഇതുപോലത്തെ ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അടിച്ചിടേണ്ടത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ ഇപ്പൊ തന്നെ നിങ്ങൾ ഇത്രയും പേര് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതറിയാന്നുള്ള കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഞാനതാ പറയുന്നത്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ അടിച്ചിടേണ്ട കുട്ടികളെ. ബാക്കി എല്ലാവർക്കും ഒപ്പം പോയി കഴിഞ്ഞാൽ നമുക്ക് അവർക്കൊപ്പോഴേ മാർക്ക് പോകത്തുള്ളൂ. ഓക്കെ, നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ഇങ്ങനത്തെ ചോദ്യങ്ങൾ, അധികം ആർക്കും കിട്ടാത്ത ചോദ്യങ്ങൾ അടിച്ചിടുക. അടുത്ത്, എന്തിന്റെ സംരക്ഷണത്തിനാണ് ഓപ്പറേഷൻ
ഒലീവിയ ആരംഭിച്ചത്? ഒലീവിയ, ഓപ്പറേഷൻ ഒലീവിയ ആരംഭിച്ചത് എന്തിന് സംരക്ഷണത്തിനാണ് ചോദ്യം. കമന്റ് ചെയ്. ഓപ്ഷൻ ബി കടലാമ. കടലാമയുടെ സംരക്ഷണത്തിന് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഒലീവിയ കേട്ടാ. ഒലീവ് റീഡ് എന്ന് പറയുന്ന ഒരു കടലാമയുണ്ട് കേട്ടോ, അതിന്റെ സംരക്ഷണമാണ് കേട്ടാ. മനുഷ്യനിൽ കാണപ്പെടുന്ന ആകെ വൈറ്റമിനുകളുടെ എണ്ണം എത്രയാണ്? ആകെ വൈറ്റമിനുകളുടെ എണ്ണം ചോദിച്ചിരിക്കുന്നത്. ഈസി ക്വസ്റ്റ്യൻ. എത്രയാണ് വൈറ്റമിനുകളുടെ എണ്ണം? ഓപ്ഷൻ ഡി 13. ഓപ്ഷൻ ഡി 13. അടുത്ത്, ശരീരത്തിലെ ഏറ്റവും ശക്തിയേറിയ അസ്ഥി എന്നാണ് ചോദ്യം. ഏറ്റവും ശക്തിയേറിയ അസ്ഥി എന്നാണ് ചോദ്യം. ഏതാ? കമന്റ് ചെയ്തേ. പിള്ളേരെ ഓപ്ഷൻ സി ഭീമറാണ്, തുടയിലാണ് കേട്ടോ. ഏറ്റവും ശക്തിയേറിയ അസ്ഥി ഭീമർ തുടയിലാണ് കേട്ടോ, തുടയിലാണ്. ഓക്കെ, അതായത് നമ്മുടെ ഈ താടിയെല്ലാണ് ഏറ്റവും കടുപ്പമേറിയ അസ്ഥി, ഏറ്റവും ബലമേറിയ അസ്ഥി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ പുതിയ പഠനങ്ങൾ പ്രകാരം ഏറ്റവും ബലമേറിയ അസ്ഥി ഏതാണ്? ഭീമർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഭീമറാണ് കേട്ടോ, ഭീമർ. ഓക്കെ, കൂടിയതല്ലേ സർ ഫീമർ? നീളം കൂടിയത് ഫീമറും കട്ടിയുള്ളത് മാൻഡിബിളും അല്ലേ? അതാണ് പറഞ്ഞത്. നീളം കൂടുതല്. അതാണ് പറഞ്ഞത്. നമ്മൾ ഏറ്റവും കടുപ്പമേറിയ അസ്ഥി നമ്മുടെ മാൻഡിബിൾ, അതായത് നമ്മുടെ കീഴ്ത്താടിയിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും കട്ടിയേറിയ അസ്ഥി മാൻഡിബിളും ഏറ്റവും കടുപ്പമേറിയ പേശി മാസെറ്ററും ഇവിടെ വരുന്ന പേശി മാസെറ്ററും ഈ മാൻഡിബിളും, ഇത് രണ്ടുമാണ് ഏറ്റവും കടുപ്പമേറിയ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ പുതിയ പഠനങ്ങൾ പറയുന്നത് ഭീമർ എന്നാണ്. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ നോക്കിയത് കാണാൻ പറ്റും. സ്ട്രോങ്ങസ്റ്റ് ബോൺ എന്ന് അടിച്ചു നോക്കിയാൽ മതി കേട്ടോ. സ്ട്രോങ്ങസ്റ്റ് ബോൺ ജസ്റ്റ് ഗൂഗിൾ നോക്കിയാൽ മതി. ഓരോ ശാസ്ത്രജ്ഞന്മാർക്ക് ഓരോന്ന് തോന്നുന്നു, അവർ ഓരോന്ന് പറയും, നമ്മളത് പഠിക്കണം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ നോക്കിയാൽ കാണാൻ പറ്റും സ്ട്രോങ്ങസ്റ്റ് മസിൽ എന്ന്. ഏമാര് കൂടിയ സാധനം എല്ലാം കുടിക്കുമ്പോൾ ഒരു പേര് പറയും. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്? ഇത് നമ്മൾ SC ഡിവിഷനിൽ പറഞ്ഞതാ. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്? ഏതാ കുട്ടികളെ? ഓപ്ഷൻ ബി 2ാം ഗ്രൂപ്പ്. ഓപ്ഷൻ ബി 2ാം ഗ്രൂപ്പ്. ഓക്കെ, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ 2ാം ഗ്രൂപ്പ് നമ്മൾ പഠിച്ചതല്ലേ, ഓർമ്മയില്ലേ പീരിയോഡിക് ടേബിള്? യെസ്. മനു കൂടി എന്തോ കഴിച്ചിട്ടിരിക്കുന്നതാണ് തോന്നുന്നത്. മനുവിൽ നിന്ന് ഫുള്ള് തെറ്റാണ് അല്ലേ മനു? ഓക്കെ, ശ്രദ്ധിച്ച് ചെയ്. ഞാൻ നിങ്ങളുടെ കമന്റ് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യും കേട്ടോ, എല്ലാവരും കമന്റ് ചെയ്യും പിള്ളേരെ. കുറച്ച് ആൾക്കാർ മാത്രമേ കമന്റ് ചെയ്യുള്ളൂ. ബാക്കിയുള്ളവർ ഫോൺ ഓണാക്കി സൈഡിൽ വെച്ചിട്ട് കിടന്ന് ഉറങ്ങണമായിരിക്കും. ഏറ്റവും കാഠിന്യം കൂടിയ ലോഹം ഏതാണെന്ന് ചോദ്യം. ഏറ്റവും കാഠിന്യം കൂടിയ ലോഹം ഏതാ? പിള്ളേർ ഏറ്റവും കാഠിന്യം കൂടിയ ലോഹം ഓപ്ഷൻ എ ക്രോമിയമാണ്. ക്രോമിയമാണ് ഏറ്റവും കാഠിന്യം കൂടിയ ലോഹം കേട്ടോ. അടുത്ത്, ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, SL പറയുന്ന സാധനം തന്നെയാണ് ഗോൾഡ് ഫോയിൽ പരീക്ഷണം. ഗോൾഡ് ഫോയിൽ പരീക്ഷണം ഏതാ കുട്ടികളെ? ഏണസ്റ്റ് റൂദർഫോർഡ്. ഓപ്ഷൻ സി ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് ആൻസർ അല്ലേ? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ. ഓക്കെ, അടുത്ത്, താഴെ പറയുന്നതിൽ 2ാം വർഗ ഉത്തോലകത്തിൽ ഉൾപ്പെടാത്ത ഏതാണ് ചോദ്യം? 2ാം വർഗ ഉത്തോലകത്തിൽ ഉൾപ്പെടാത്ത ഏതാണ് ചോദ്യം? കമന്റ് ചെയ്തോ. ഏതാ? ഓപ്ഷൻ എ കത്രിക. കത്രികയാണ് ആൻസർ, കത്രിക. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ കോഡുകൾ. 1ാം വർഗ ഉത്തോലകം ആകുമ്പോൾ കത്രിക സി പ്ലെയിൻ എന്ന് ഓർത്ത 1ാം വർഗ ഉത്തോലകം. കത്രിക സി പ്ലെയിൻ എന്നാണ് 1ാം വർഗ ഉത്തോലകത്തിന്റെ കോഡ്. 2ാം വർഗ ഉത്തോലകം പഠിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ചായക്കടയിൽ ഒരു മുറുക്കാൻ കട ആലോചിക്കണം. ആ മുറുക്കാൻ കടയിൽ ഒരു പെട്ടിക്കട ആലോചിച്ചാൽ ഒരു പെട്ടിക്കടയിൽ എന്തൊക്കെ ഉണ്ടാവും പിള്ളേരെ? പെട്ടിക്കടയിൽ ഒരു പാക്ക് പെട്ടി ഉണ്ടാവും, നാരങ്ങ ഞെക്കി ഉണ്ടാവും, സോഡ ഓപ്പണർ ഉണ്ടാവും ഇല്ലേ? 2ാം വർഗ ഉത്തരവം പഠിക്കാനാണ് കേട്ടോ. 2ാം വർഗ ഉത്തരവം പഠിക്കാനായിട്ട് പെട്ടിക്കട ആലോചിച്ചാൽ മതി. അവിടെ നാരങ്ങ ഞെക്കി ഉണ്ടാവും അല്ലേ? നാരങ്ങ ഞെക്കി ഉണ്ടാവും, സോഡ ഓപ്പണർ ഉണ്ടാവും, പാക്ക് പെട്ടി ഉണ്ടാവും. ഓക്കെ, പിന്നെ ഒരു വീൽ ചെയറിലിരിക്കുന്ന ഒരു മാമൻ, ഒരു അപ്പൂപ്പൻ. ഓക്കെ, അപ്പൂപ്പൻ എന്ന് പറയില്ല. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ മാമൻ എന്നായി. നമ്മൾ കുട്ടിക്കാലത്താണ് ഇവരെയൊക്കെ അപ്പൂപ്പൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മൾ കുട്ടികളല്ല, ഇപ്പൊ നമ്മൾ ഏജുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ പണ്ടത്തെ അപ്പൂപ്പന്മാരൊക്കെ ഇപ്പൊ നമുക്ക് മാമന്മാരായിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ചേട്ടന്മാരാവും, പിന്നെ നമ്മൾ അപ്പൂപ്പന്മാരാവും. ഓക്കെ, അടുത്ത് നല്ലൊരു ചോദ്യമാണ്. ഓക്കെ, ആരടിക്കും നോക്കാം. നായ്ക്കളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഗാൾട്ടൺ വിസിലിലെ ശബ്ദത്തിന്റെ ആവൃത്തി എത്ര ഹെർട്സ് ആണ്? ഇത് നമ്മൾ ഈ ഗാൾട്ടൺ വിസില്, അതുപോലെ തന്നെ ഈ
ഈ ആവർത്തി ഹെഡ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടേബിൾ ഉണ്ട്, ഒരു ടേബിൾ SAT തന്നെ കൊടുത്തിട്ടുണ്ട് ടേബിൾ, അല്ലാതെ ഒരു ടേബിൾ പഠിക്കണം. കാരണം കഴിഞ്ഞ LDC ചോദ്യത്തിനും ഇതുപോലൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഈ ആവൃത്തി വെച്ചിട്ടുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു കേട്ടാ. എത്രയാണ് പിള്ളേരെ? ഓപ്ഷൻ സി 30,000 ആണ്. ഓപ്ഷൻ സി 30,000 ആണ് കേട്ടാ. ഓക്കെ, ഓപ്ഷൻ സി 30,000 ആണ്. അടുത്ത്, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമായി ഒരു ഉപഗ്രഹം വിക്ഷേപിച്ച ആദ്യത്തെ രാജ്യം ഏതാണ് ചോദ്യം. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് മാത്രമായി ഒരു ഉപഗ്രഹം വിക്ഷേപിച്ച ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യയാണ് ആദ്യമായിട്ട് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഉപഗ്രഹം വിക്ഷേപിച്ചത്. ആ ഉപഗ്രഹത്തിന്റെ പേര് ഏതാ? എജ്യൂസാറ്റ് ആണ് അല്ലെ? എജ്യൂസാറ്റ് വിക്ഷേപിച്ചത്. എജ്യൂസാറ്റ്. ഈ എജ്യൂസാറ്റ് എന്ന ആശയം ആരുടെന്നറിയോ? ലോകത്തിൽ ആദ്യമായി ഒരു വിദ്യാഭ്യാസ ഉപഗ്രഹം എന്ന ആശയം മുന്നോട്ട് ചാടുന്നറിയാവോ? ഇത് APJ അബ്ദുൽ കലാമാണ്. APJ അബ്ദുൽ കലാമാണ് ആശയം മുന്നോട്ട് വെച്ചത്. APJ അബ്ദുൽ കലാം. ഓക്കെ. അടുത്ത്, സാഹിത്യകാരനെ തിരിച്ചറിയുക. മാലി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നു. ഇപ്പോഴേ കിട്ടി കാണും. ആട്ടക്കഥാകൃത്തും ബാലസാഹിത്യകാരനുമാണ്. മാലി ഭാഗവതം, മാലി ഭാരതം, മാലി രാമായണം എന്നിവ പ്രധാന കൃതികൾ. ഓക്കെ, ആരാണ് ആള്? ഇവിടെ ഓപ്ഷൻ ഡി വി മാധവൻ നായർ. ആ പേര് തന്നെ, മാലി എന്ന പേര് തന്നെ കിട്ടും അല്ലേ? മാലി വി മാധവൻ നായരാണ് അല്ലേ? ഓക്കെ, വി മാധവൻ നായരാണ് ആൻസർ. പുരാണ ഇതിഹാസങ്ങൾക്ക് പുറമെ ക്രിസ്തു മതത്തിന്റെയും ഇസ്ലാം മതത്തിന്റെയും ആശയങ്ങൾ വിഷയമാക്കുന്ന കേരളീയ നൃത്തരൂപം ഏതാണ് ചോദ്യം. ചവിട്ട് നാടകം. നിങ്ങളിത് കറക്കി അടിക്കുകയാണെങ്കിൽ ഇത് ഒരാൾ കറക്കി അടിക്കും, അതിന്റെ പിറകെ കുറെ എണ്ണം മറ്റേ ഉറുമ്പ് പോകുന്നതൊക്കെയാണ്. ഒരാൾ സി തെറ്റിട്ട് കഴിഞ്ഞാൽ അതിന്റെ പിറകെ മറ്റേ ഇങ്ങനെ സി ഇട്ട് കുറെ എണ്ണം അങ്ങ് പോകും കേട്ടാ. ശ്രദ്ധിച്ച് ചെയ്. ശരി, ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിലുള്ള പണി ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതി നിങ്ങൾക്ക് വെളിയിറങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കയ്യിൽ നിന്ന് പോയെന്ന് കേട്ടാ. കയ്യിൽ നിന്ന് പോയി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ തൊട്ടടുത്തുള്ള ഒരു കടയിൽ കയറിയിട്ട് എന്ത് ചെയ്യണം? റബ്ബർ ബാൻഡ് വാങ്ങിച്ചോണം കേട്ടാ. എന്നിട്ട് വീട്ടിൽ പോയി വലിച്ചു വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ എന്ത് പറയാ, എത്ര തവണ പറയും ശ്രദ്ധിച്ച് ചെയ്യപ്പിള്ളേ, ചുമ്മാ കറക്കി അടിക്കാതാ. ആൻസർ കേരള നടനമാണ്. കേരള നടനം. കേരള നടനമാണ്. ഓക്കെ, കേരള നടനം. ഞാൻ വീണ്ടും പറയണേ, ചിരിച്ചൊന്ന് പറഞ്ഞെങ്കിലും സീരിയസ് ആയിട്ട് പറയാണ്, ശ്രദ്ധിച്ച് ചെയ്യും. അയ്യങ്കാളി ജലോത്സവം നടക്കുന്നത് എവിടെയാണ്? അയ്യങ്കാളി ജലോത്സവം നടക്കുന്നത് എവിടെയാണെന്ന് ചോദ്യം. എവിടെ പിള്ളേരെ? അയ്യങ്കാളി ജലോത്സവം നടക്കുന്നത് വെള്ളായണി കായലിലാണ്. ഇതൊരു 10th ഫിലിംസിന്റെ ചോദ്യമാണിത്. നിങ്ങൾ കണ്ടിട്ടില്ലേ പിള്ളേരെ? 10th ഫിലിംസിന്റെ ചോദ്യമാണ്. അയ്യങ്കാളി ജലോത്സവം നടക്കുന്നത് എവിടെ നിന്ന് ഇട്ട് കഴിഞ്ഞാല് വെള്ളായണി കായലിലാണ് കേട്ടാ. അടുത്ത്, കോമൺവെൽത്ത് ഗെയിംസ് അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ്? കോമൺവെൽത്ത് ഗെയിംസ് അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരെന്നാണ് ചോദ്യം. ആരാ? അപ്പോൾ അഞ്ജു ബോബി ജോർജ് ആണ് അല്ലെ? അഞ്ജു ബോബി ജോർജ് ആണ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത, കേരളത്തിലെ പൊതുമേഖലയിലെ ആദ്യത്തെ സിനിമാ തിയേറ്റർ. പൊതുമേഖലയിലെ ആദ്യത്തെ സിനിമാ തിയേറ്റർ എന്നറിയോ? അറിഞ്ഞുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അറിയണം സ്കിപ്പ് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ സി കലാഭവനാണ് കേട്ടോ. കലാഭവൻ. കലാഭവനാണ് കേരളത്തിലെ പൊതുമേഖലയിലെ ആദ്യത്തെ സിനിമാ തിയേറ്റർ കേട്ടോ. ഓക്കെ, ഈ സർക്കാരിന്റെ സിനിമാ തിയേറ്ററിലൊക്കെ ടിക്കറ്റ് 125 രൂപയുള്ളൂ. ഞങ്ങൾ ഈ ഞായറാഴ്ചകളിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് ഞങ്ങൾ ഈ കൈരളി, നീലാശ്രീ അവിടെ നിന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിനിമ കാണുന്നത്. ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്കറ്റിന് വില കുറവാണ്, അതുപോലെ നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെ. ഓക്കെ, 125 അത്രയൊക്കെ ഉള്ളൂ. 125 രൂപയ്ക്ക് ടിക്കറ്റിന് വിലയുള്ളൂ. അത്യാവശ്യം നല്ല തിയേറ്ററുകളാണ്. ഓക്കെ, ശരി. അടുത്ത്, ഈ വേസ്റ്റുകളിൽ കാഡ്മിയം കാണപ്പെടുന്നത് എവിടെയാണ്? ഈ വേസ്റ്റുകളിൽ കാഡ്മിയം കാണപ്പെടുന്നത് എവിടെ തന്നെ ചോദ്യം. കമ്പ്യൂട്ടർ മോണിറ്റർ ഗ്ലാസുകളിൽ, PCB സോൾഡറിൽ, ചിപ്പ് റെസിസ്റ്ററുകളിലും അതുപോലെ സെമി കണ്ടക്ടറുകളിലും, LCD സ്ക്രീനിൽ. ഓക്കെ, ഇതൊരു പ്രീവിയസ് ചോദ്യമാണ്. അറിയാമെങ്കിൽ കമന്റ് ചെയ്യുക. പിള്ളേരെ, ഇത് ഓപ്ഷൻ സി ചിപ്പ് റെസിസ്റ്ററുകളിലും അതുപോലെ സെമി കണ്ടക്ടറുകളിലുമാണ് എന്ത് ചെയ്യുന്നത്, കാഡ്മിയം കാണപ്പെടുന്നത്. പ്രീവിയസ് ചോദ്യം തന്നെയാണ്. ഈ ചോദ്യം അതുപോലെ ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ഇത് തന്നെയാണ്. അടുത്തതും പ്രീവിയസ് ചോദ്യമാണ്. പ്രോസസറിന്റെയും റാമിന്റെയും ഇടയ്ക്കുള്ള ചെറുതും വേഗമേറിയതുമായ മെമ്മറി ഏതാണ്? പ്രോസസറിന്റെയും റാമിന്റെയും ഇടയ്ക്കുള്ള ചെറുതും വേഗമേറിയതുമായ മെമ്മറി ഏതാണ്? ഏതാ കുട്ടികളെ? ഓപ്ഷൻ സി ക്യാഷ് മെമ്മറിയാണ് അല്ലെ? പ്രോസസറിനും റാമിനും ഇടയ്ക്കുള്ള ചെറുതും വേഗമേറിയതുമായ മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. ഓക്കെ, അടുത്ത്, ഇന്റർനെറ്റ് വഴി വ്യക്തികളെ അപമാനപ്പെടുത്തുന്ന കുറ്റകൃത്യം അറിയപ്പെടുന്ന പേരെന്താണ്?
സൈബർ ടെററിസം, സൈബർ സദാചാരം, സൈബർ പൈറസി, സൈബർ ബുള്ളിങ്. ഓപ്ഷൻ ഡി സൈബർ ബുള്ളിങ്. സൈബർ ബുള്ളിങ്. ഓക്കെ. എന്നെ ഇൻസ്റ്റാഗ്രാമിൽ സൈബർ ബുള്ളിങ് നടത്തിയ കുറച്ച് മാമന്മാരെ നോക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇത് പരീക്ഷ കഴിഞ്ഞിട്ട് മാമന്മാരെ എനിക്ക് റോസ്റ്റ് ചെയ്യാൻ. കുറെ അമ്മാവന്മാർക്ക് ഭയങ്കര കുഴപ്പമില്ലേ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ താടിയിൽ ഇവിടെ കേട്ട് DP ഇടുന്ന അമ്മാവന്മാരുണ്ടല്ലോ, കൊടുക്കണം. ഇപ്പൊ സമയമില്ല, അതാണ് വിഷയം. ഓക്കെ. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ അധികാര പരിധി എത്രയാണ്? 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ അധികാര പരിധി എത്രയാണ്? എത്ര വളരെ നിങ്ങൾ പഠിച്ചതല്ലേ? ഓപ്ഷൻ സി 2 കോടിക്ക് മുകളിലാണ് അല്ലേ? 2 കോടിക്ക് മുകളിലാണ്. 2 കോടിക്ക് മുകളിലാണ്. ഓക്കെ. അടുത്ത, ഏത് സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമ നിർമ്മാണത്തിലേക്ക് നയിച്ചത്? ഏത് സംഘടന? വളരെ ഓപ്ഷൻ എ MKSS. ഓപ്ഷൻ എ MKSS ആണ് ആൻസർ. MKSS. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, സേവനാവകാശ നിയമപ്രകാരം 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ കുട്ടികളുടെ ജനന തീയതി തിരുത്തൽ എത്ര മാസത്തിനകം പരീക്ഷാ ഭവൻ ചെയ്ത് നൽകണം? എത്ര മാസത്തിനകം പരീക്ഷാ ഭവൻ ചെയ്ത് നൽകണമെന്നും ചോദ്യം. സേവനാവകാശ നിയമപ്രകാരം 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ കുട്ടികളുടെ ജനന തീയതി തിരുത്തൽ എത്ര മാസത്തിനകം പരീക്ഷാ ഭവൻ ചെയ്ത് നൽകണമെന്നാണ് ചോദ്യം. ആർക്കും അറിയത്തില്ല? അല്ല, ഓപ്ഷൻ ബി 6 മാസമാണ്. ഓപ്ഷൻ ബി 6 മാസം ആൻസർ പഠിച്ചിരിക്കുക. ഓക്കെ. സേവനാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് കുറച്ച് സേവനങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് എടുക്കും കേട്ടോ. അത് എടുക്കും. സേവനാവകാശ നിയമത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുക്കും. ടെൻഷൻ ആവണ്ട, അതൊക്കെ എടുക്കും നിങ്ങൾക്ക്. ഓക്കെ. ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത് ആരെയാണ്? ബാങ്ക് മാനേജറായി വിരമിച്ചയാളെ, അഭിഭാഷകനെ, വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെ, വിരമിച്ച ജില്ലാ കോടതി ജഡ്ജിയെ? ആരെടാ? വളരെ ഓപ്ഷൻ സി വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയാണ് എന്ത് ചെയ്യുന്നത്? വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയാണ് ഓംബുഡ്സ്മാനായിട്ട് നിയമിക്കുന്നത്. അപ്പൊ ഓംബുഡ്സ്മാനെ നിയമിക്കുന്നത് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയാണ്. ഹൈക്കോടതി ജഡ്ജിയെ. ഓക്കെ. റിച്ചാർഡ് ഫിലിപ്പ് വന്നാടേ. റിച്ചാർഡ് ഫിലിപ്പിനെ ഇറക്കിയതോടെയാണ് ഈ യൂട്യൂബിന്റെ ലിങ്കും പ്രശ്നങ്ങളൊക്കെ മാറിയത്. ശരി. കേരള ലോകായുക്ത ആക്ട്, ഉപലോകായുക്ത ആക്ട് രാഷ്ട്രപതി ഒപ്പുവെച്ച വർഷം? കേരള ലോകായുക്ത ആക്ട്, ഉപലോകായുക്ത ആക്ട് രാഷ്ട്രപതി ഒപ്പുവെച്ച വർഷം? അറിയാമെങ്കിൽ മാത്രം. ഏത് വർഷമാണ്? ഓപ്ഷൻ ബി 1999. പ്രീവിയസ് ചോദ്യം. കേരള ലോകായുക്ത ആക്ട്, ഉപലോകായുക്ത ആക്ട് ഒപ്പുവെച്ചത് 1999 മാർച്ച് മാസമാണ്. മാർച്ച് മാസം 4-ാം തീയതിയാണ് ഒപ്പുവെച്ചത്. ഓക്കെ. കേരള ലോകായുക്ത ആക്ട്, ഉപലോകായുക്ത ആക്ട് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 1999 മാർച്ച് മാസം 4. അതൊന്നും പഠിക്കാറില്ലേ? ലോകായുക്ത ആക്ട്, ഉപലോകായുക്ത ആക്ട്. ഓക്കെ. ചാനലിൽ കിടപ്പുണ്ട്. ചാനലിൽ പഴയ നമ്മളെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ക്ലാസ്സിൽ കിടപ്പുണ്ട് ഈ ഒരു ക്ലാസ്. ലോകായുക്തയും ലോക്പാലും ലോകായുക്തയും നമ്മൾ കിടപ്പുണ്ട്. ഓക്കെ, ശരി. സമയം കിട്ടുമ്പോൾ കണ്ടു നോക്ക്. അടുത്ത ഇംഗ്ലീഷ് ആണ്. വൺ ഓഫ് ദ പീപ്പിൾസ് ഡാഷ് സെലക്ടഡ് ഫോർ ദ കോമ്പറ്റീഷൻ? ഏതൊരു പിള്ളേരെ പെട്ടെന്ന് പറഞ്ഞേ. ഓപ്ഷൻ സി ഈസ് ആണ് അല്ലേ? അപ്പൊ വൺ ഓഫ് ദ പീപ്പിൾസ് എന്ന് പറയുമ്പോൾ അവിടെ സിംഗുലർ ആണ് വരേണ്ടത്. അപ്പൊ ഈസ് ആണ്. അടുത്ത, സക്സസ് ആൻഡ് ഡാഷ് ആർ 2 sides ഓഫ് എ കോയിൻ? ഏത് വരും? സക്സസ് ആൻഡ് ഫെയിലിയർ അല്ലേ? ഫെയിലിയർ. ഓക്കെ. അടുത്ത്, ഐ വുഡ് എൻജോയ് ലൈഫ് ഇഫ് ഐ ഡാഷ് യു? ഏത് വരുമ്പോഴല്ലേ? ഓപ്ഷൻ സി വെയർ വരും അല്ലേ? വെയർ. ഓക്കെ. ഇതൊരു ഇമാജിനറി ഉള്ള ഒരു കാര്യമാണ് പറയണത് അല്ലേ? ഇമാജിനറി ഉള്ള കാര്യമാണ്. അതായത് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ലൈഫ് എൻജോയ് ചെയ്യുമായിരുന്നു എന്നാ പറയുന്നത്. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ വാസ് അല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്, നമ്മൾ വെയർ ആണ് യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഓർത്തിരിക്കുക, നമ്മളൊരു ഇമാജിനറി ഉള്ളൊരു കാര്യമാണ് പറയുന്നതെങ്കിൽ, ഇമാജിനറി കാര്യമാണ് പറയുന്നതെങ്കിൽ, അതായത് നടക്കാത്ത കാര്യമാണ് പറയുന്നതെങ്കിൽ നമ്മൾ വാസിന് പകരം എന്താ യൂസ് ചെയ്യേണ്ടത്? വെയർ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ഇവിടെ കണ്ടോ? അപ്പം വെയർ ആണ് ഇവിടെ വന്നത്. അപ്പൊ ഇതുപോലത്തെ ചോദ്യങ്ങൾ ധാരാളം BC ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ അതൊരു ഇമാജിനറി ഉള്ള കാര്യമാണ്, ഇമാജിനേഷൻ ഉള്ള ഒരു കാര്യമാണ്, നടക്കാത്ത കാര്യമാണ്. ഓക്കെ. ഒരിക്കലെങ്കിലും ഇപ്പം ഞാൻ നീ ആവോ? ഇല്ല, ആവത്തില്ല. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് വെയർ യൂസ് ചെയ്യുക.
അടുത്ത നൗൺ ഫോം ഓഫ് എഡ്യൂക്കേറ്റീവ്സ്. ഈസി ക്വസ്റ്റ്യൻ. ഏതാ? എഡ്യൂക്കേഷൻ ആണ്. അടുത്ത പിക്ക് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ട്രാവലോഗ് നോക്കിയേ. ഏത് വരും ആൻസർ? ഓപ്ഷൻ ഡി ആണല്ലേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മോള് കറിയണെങ്കിൽ ലെഫ്റ്റ് ആയിരിക്കും. പിന്നീട് റെക്കോർഡ് കണ്ടാൽ മതി കേട്ടോ. മോളെ അമ്മയെ പഠിക്കാൻ സഹായിക്കുമോ മോളെ? ഓക്കെ. ഈ പിള്ളേർ എന്നെ പ്രാവുമായിരിക്കുമല്ലേ രാത്രി? ഈ പാതിരാത്രി ക്ലാസ് വയ്ക്കുന്നുണ്ട്. പ്രാവുക എന്ന് വെച്ചാൽ നമ്മൾ ഈ ശപിക്കുക. ഈ തിരുവനന്തപുരത്ത് ലാംഗ്വേജ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇത് മനസ്സിലാകത്തുമില്ല. ശരി, ഓക്കെ. ബാലശാപം കിട്ടിയുള്ളൂ എനിക്ക് തന്നെ. എനിക്ക് അസുഖമുണ്ട്, ഡെയിലി അസുഖം. ഞാൻ ഇപ്പൊ വൈഫിനോട് പറഞ്ഞിരിക്കുകയും ചെയ്തു എനിക്ക് സ്ഥിര അസുഖങ്ങളാണ്. ഇപ്പൊ ഈ കൊച്ചുകുട്ടിയുള്ള ബ്രാക്കായിരിക്കും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. എ പേഴ്സൺ ഹു നോസ് മെനി ലാംഗ്വേജസ്. എ പേഴ്സൺ ഹു നോസ് മെനി ലാംഗ്വേജസ്. കമന്റ് ചെയ്തേ. അതോ ഡീരെ പിറകെ പോകുന്നുണ്ട്. പിള്ളേരെ ഓപ്ഷൻ എ പോളിഗ്ലോട്ട് ആണ് കേട്ടോ. പോളിഗ്ലോട്ട് അതായത് ഒരുപാട് ലാംഗ്വേജസ് അറിയാന്നുള്ള ആൾക്കാരെ നമ്മൾ പോളിഗ്ലോട്ട് എന്നാണ് പറയണത്. ഓക്കെ. നിങ്ങൾ പറഞ്ഞ ലിംഗ്വിസ്റ്റ് എന്താണെന്നറിയോ? ലിംഗ്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷകളെ കുറിച്ച് പഠനം നടത്തുന്ന ആൾക്കാരെ പറയുന്ന പേരാണ്. അതായത് ലാംഗ്വേജിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് എന്ത്? ലിംഗ്വിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഒരുപാട് ഭാഷകൾ, അത് മെനി ലാംഗ്വേജ് അറിയാന്നുള്ള ആൾക്കാരെ നമ്മൾ പറയുന്നത് പോളിഗ്ലോട്ട് എന്നാണ്. അതുപോലെ തന്നെ ഭാഷകളെ കുറിച്ച് പഠനം നടത്തുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് ലിംഗ്വിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടാ. ഓക്കെ. ഈ ബിബിലോഫൈൽ എന്ന് വെച്ചാൽ എന്താണ്? ബിബിലോഫൈൽ എന്ന് വെച്ചാൽ എന്താ കുട്ടികളെ? നമ്മൾ ഈ പുസ്തക പുഴു എന്ന് പറയും. അതായത് ഈ ഓപ്ഷൻ ബിയിൽ പറയുന്ന ബിബിലോഫൈൽ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? പുസ്തകപ്പുഴു. അതായത് ഈ പുസ്തകങ്ങളിലോട് ഭയങ്കര അഡിക്ഷൻ ഉള്ള ആൾക്കാർ, പുസ്തകപ്പുഴു. അതിനെയാണ് നമ്മൾ പറയുന്നത് ബിബിലോഫൈ എന്ന് പറയുന്നത്. എന്താണെന്നല്ലേ? പുസ്തകപ്പുഴുക്കളെ പറയുന്നതാണ് ബിബിലോഫൈ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. ക്ലിയർ ആണല്ലോ? ആരെങ്കിലും ഉണ്ടോ അങ്ങനെ പുസ്തകപ്പുഴുക്കളായിട്ട്? ഉണ്ടോ? ഓക്കെ. ശരി. അപ്പൊ ചെന്ന് പറഞ്ഞു മൾട്ടിലിംഗൽ, അതായത് പോളിഗ്ലോട്ട്. അതേ മൾട്ടിലിംഗൽ, ഒരുപാട് ഭാഷകൾ അറിയാന്നുള്ള ആൾക്കാരെയാണ് നമ്മൾ പോളിഗ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ശരി. അടുത്ത ഈ പ്രൊട്ടഗോണിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? പ്രൊട്ടഗോണിസ്റ്റ് എന്താ ഉള്ളത്? പ്രൊട്ടഗോണിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സിനിമ അല്ലെങ്കിൽ ഒരു നോവല്, അതിലെ മെയിൻ പോസിറ്റീവ് ക്യാരക്ടർ, മനസ്സിലായ? മെയിൻ പോസിറ്റീവ് ക്യാരക്ടറിനെ പറയുന്ന പേരാണ് പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അതായത് ഒരു സിനിമയായാലും ഒരു നോവലായാലും അതിലൊരു ഹീറോ ഉണ്ടാവും, ഒരു വില്ലൻ ക്യാരക്ടർ ഉണ്ടാവും, ഒരു പോസിറ്റീവ് ക്യാരക്ടർ, ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഉണ്ടാവും. അപ്പൊ ഈ മെയിൻ പോസിറ്റീവ് ക്യാരക്ടറിനെ പറയുന്ന പേരാണ് പ്രൊട്ടഗോണിസ്റ്റ്. മനസ്സിലായോ? പ്രൊട്ടഗോണിസ്റ്റ് മെയിൻ പോസിറ്റീവ് ക്യാരക്ടർ ആണ്. ഓക്കെ. അതിന് നേരെ ഓപ്പോസിറ്റ് വരും, ആന്റഗോണിസ്റ്റ് എന്ന് പറയും. ഈ ആന്റഗോണിസ്റ്റ് എന്താ കുട്ടികളെ? ആന്റഗോണിസ്റ്റ് എന്ന് വെച്ചാൽ വില്ലനാണ്. ഓക്കെ. ആന്റഗോണിസ്റ്റ് വില്ലനും പ്രൊട്ടഗോണിസ്റ്റ് ഹീറോയുമാണ്. ഓക്കെ. മനസ്സിലായ? അപ്പൊ പ്രൊട്ടഗോണിസ്റ്റ് പോസിറ്റീവ് ക്യാരക്ടർ എന്ന് ഓർത്തിരിക്കുക, ആന്റഗോണിസ്റ്റ് എന്ന് വെച്ചാൽ നെഗറ്റീവ് ക്യാരക്ടർ എന്ന് ഓർത്തിരിക്കുക കേട്ടോ. രണ്ടും മെയിൻ ക്യാരക്ടേഴ്സ് ആണ്. പ്രൊട്ടഗോണിസ്റ്റ് പോസിറ്റീവും കേട്ടോ, ആന്റഗോണിസ്റ്റ് നെഗറ്റീവുമാണ് കേട്ടോ. നെഗറ്റീവുമാണ്. ഓക്കെ. നെഗറ്റീവ്. ഈ ഫിലാന്ത്രോപ്പിസ്റ്റ് എന്താ? ഫിലാന്ത്രോപ്പിസ്റ്റ് എന്താ? കഴിഞ്ഞ ബിവറേജ് എൽഡിക്കോ അതോ വില്ലേജ് വിലസിന്റെ ചോദിച്ചതാ. അത് മനുഷ്യ സ്നേഹി എന്ന് പറയാം. നമുക്ക് മനുഷ്യ സ്നേഹി എന്ന് പറയാം കേട്ടോ. ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് മനുഷ്യ സ്നേഹിയാണ് ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. ഓക്കെ. മറ്റത് മറക്കണ്ട. പ്രൊട്ടഗോണിസ്റ്റ് പോസിറ്റീവ് ക്യാരക്ടർ, ആന്റഗോണിസ്റ്റ് നെഗറ്റീവ് ക്യാരക്ടർ കേട്ടോ. രണ്ടും മെയിൻ ക്യാരക്ടർ ആയിരിക്കും നോവൽ അല്ലെങ്കിൽ സിനിമയില്. ഓക്കെ. അടുത്ത് ബി ലീവ് ഇൻ ഇംഗ്ലണ്ട് ഡാഷ് 2000 to 2015. ഏത് വരും? സിൻസ് ആണോ വരുന്നേ? സിൻസ് 2 എന്ന് വരുമോ? വളരെ ഓപ്ഷൻ സി ഫ്രം 2000 to ഫ്രം ആണ് കേട്ടോ. ഫ്രം നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഇംഗ്ലീഷ് സാറിനോടും ഇംഗ്ലീഷ് മിസ്സിനോടും ഞാനിത് പറഞ്ഞു കൊടുക്കും. ഓക്കെ. നിങ്ങൾ ചവിട്ടി കൂട്ടും. ഓക്കെ.
ശരി, ഫ്രം ടു ആണ് ഇവിടെ വരുന്നത് കേട്ടോ, ഫ്രം ടു. അത് മുതൽ വരെ 2000. ക്വസ്റ്റ്യൻ ഫുള്ള് കണ്ടില്ലേ? ക്വസ്റ്റ്യൻ ഫുള്ള് കാണണം. ക്വസ്റ്റ്യൻ ഫുള്ള് കാണാത്തതിന് നിങ്ങളെ കുഴപ്പം. നേരെ വായിച്ചൊക്കെ ചെയ്യുക. ഓക്കെ. അടുത്ത ഫൈൻഡ് ദ സെന്റൻസ് ഇൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലെ സെന്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. കിട്ടി കാണും. ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി, വെൻ ഐ അറൈവ്ഡ് രാജു ഹാഡ് ജസ്റ്റ് ലെഫ്റ്റ്. ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റിന്റെ ഫോം എന്താ? സബ്ജക്റ്റ് പ്ലസ് ഹാർഡ് പ്ലസ് V3 അല്ലേ? ഹാർഡ് പ്ലസ് V3 ആണ് ഏതിൽ വരുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് വരുന്നത് അല്ലേ? അപ്പൊ ഹാർഡ് പ്ലസ് V3. ഇവിടെ ഹാർഡ് വെച്ചിട്ട് ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ ഈസി അല്ലേ നമുക്ക്? ഓക്കെ ഓക്കെ. ആ ടെൻസിന്റെ ആ ഒരു ഫോർമുലാസ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിരുന്നത്. നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആ രീതിയിലും അറ്റൻഡ് ചെയ്യാൻ പറ്റും. മിസ് പഠിപ്പിച്ചതാണോ? മിസ്സിനോട് പറഞ്ഞിരിക്കാം എല്ലാവരും ശരിയാക്കിയെന്ന്. ഓക്കെ, ആൻസർ കീ മിസ്സിന്റെ കൂടെ നിങ്ങളുടെ ഗ്രൂപ്പിലുണ്ട് കേട്ടോ. മിസ്സിന്റെ അടുത്ത് നോക്കാൻ പറയും ആൻസർ കീ. അടുത്ത് ഫൈൻഡ് ഔട്ട് ദ ആന്റണിയം. ഷാളോട് ആന്റണിയം കണ്ടുപിടിക്കണം. ആന്റണിയം ഏതാ പിള്ളേരെ? ഷാളോടേത് ഡീപ്പ് ആണല്ലേ. ഷാളോ എന്ന് വെച്ചാൽ എന്താ? പിള്ളേരെ? ഷാളോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയൊരു ആഴത്തെയാണ് നമ്മൾ ഷാളോ എന്ന് പറയുന്നത്. ഡീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴം, വലിയ ആഴമുള്ള പ്രദേശത്തില് നമ്മൾ ഡീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആഴം കുറഞ്ഞാണ് നമ്മൾ ഷാളോ എന്ന് പറയുന്നത്. ഷാളോ ഡീപ്പ് ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യനാ. ഷാളോ ഡീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഷാളോ എന്ന് വെച്ചാൽ ചെറിയൊരു ആഴത്തെ പറയുന്നതാണ് ഷാളോ എന്ന്. ഡീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആഴത്തെ പറയുന്നതാണ് കേട്ടോ. അടുത്ത് ഐ യൂസ്ഡ് ടു ഡാഷ് വെൻ ഐ വാസ് എ ചൈൽഡ്. ഓക്കെ, ഏതാ പിള്ളേരെ? ഡാൻസ് ആണല്ലേ, ഡാൻസ്. ഓക്കെ, നമുക്കിവിടെ നോക്കിക്കോണേ, ഇവിടെ യൂസ്ഡ് ടു, അതായത് നമ്മൾ പണ്ട് സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നതാണ് അല്ലേ. ഇന്നെടുത്തോ ഇത്? ഇന്നെടുത്തോ, അപ്പൊ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ അതിനറിയാം. കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറാക്കുന്നില്ല. ശരി, അപ്പോഴേ ഇംഗ്ലീഷ്